ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പിക്ക് ചെയ്തിരിക്കുന്ന 3 പീസ് കുർത്തീസ് ഉണ്ട്, മെറ്റർണിറ്റി വെയർ ഉണ്ട്, അങ്ങനെ പല വെറൈറ്റീസ് ആണ്. അപ്പോൾ എവിടുന്നാ പിക്ക് ചെയ്തിരിക്കുന്നത്? ആമസോണിൽ നിന്ന്. ആമസോണിൽ എപ്പോഴും സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ അതാ ക്രിസ്മസ് ന്യൂ ഇയറിൻ്റെ സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. 50 to 80% ഡിസ്കൗണ്ടിലാണ് നമുക്ക് ഡ്രസ്സുകൾ കിട്ടുന്നത്. അതും ഫാഷൻ ബ്രാൻഡിൻ്റെ ഒരുപാട് വെറൈറ്റീസ് എന്ന് വെച്ചാൽ ബ്രാൻഡഡ് ഐറ്റംസ് തന്നെ ഇഷ്ടം പോലെ കാണാനുണ്ട്. അതേപോലെ തന്നെ 1 lakh plus സ്റ്റൈൽസ് വരെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഒരു 5-6 എണ്ണമൊക്കെ പിക്ക് ചെയ്തിട്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്യാണ്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് കളക്ഷനെ കുറിച്ച് പറയാം. ഫസ്റ്റ് വരുന്നത് 3 പീസിൻ്റെ സെറ്റാണ് വരുന്നത്. ഗോസ്രിക്കി ബ്രാൻഡാണ്, സ്ട്രേറ്റ് കുർത്തിയാണ് വരുന്നത്. ഇനി ടോപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ യോക്കിൽ അത്യാവശ്യം സിൽവറിൻ്റെ ത്രെഡിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള സിൽവറും അതുപോലെ തന്നെ സ്വീക്വൻസ് വർക്കും എല്ലാം കൂടി കൊടുത്തിട്ടുള്ള ഒരു വർക്ക്. സ്ലീവിൽ നോക്കുകയാണെങ്കിൽ സമോസ ലേസിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഓവറോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ലഹരിയ പാറ്റേൺ ആണ് ഇത് വന്നിരിക്കുന്നത്, നേവി ബ്ലൂ ഷെയ്ഡിൽ. സെയിം പാൻറ്റ് നോക്കുകയാണെങ്കിൽ പ്ലെയിൻ കളറാണ് പാൻറ്റ് വരുന്നത്. പോക്കറ്റ് വരുന്നുണ്ട് രണ്ട് സൈഡിലില്ല കേട്ടോ, ഒരു സൈഡിലുള്ളൂ. പിന്നെ ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാനായിട്ട് നമുക്ക് വരുന്നത് ഒരു ദുപ്പട്ട വരുന്നത് കോട്ടൺ ബ്ലെൻഡ് മെറ്റീരിയലാണ്. ഇനിയിപ്പോൾ ടോപ്പും അതുപോലെ തന്നെ ബോട്ടത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സെയിം മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ, കോട്ടൺ ബ്ലെൻഡ് മെറ്റീരിയൽ തന്നെയാണ് വരുന്നത്. ഗോസ്രിക്കി ബ്രാൻഡ് ലാർജ് സൈസാണ്, ലാർജ് എനിക്ക് പെർഫെക്റ്റ് സൈസാണ്. ഇതിൽ 3 ഷെയ്ഡ് വരുന്നുണ്ട് കേട്ടോ. ഒരു പിങ്ക് വൈൻ ഷെയ്ഡ് ഉണ്ട്, പിന്നെ ഒരു 4-5 ഷെയ്ഡ് ഉണ്ട്. എന്തായാലും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ, ചെക്ക് ചെയ്താൽ മതി. കാരണം കളേഴ്സ് അപ്പ് ആൻഡ് ഡൗൺ ആയിക്കൊണ്ടിരിക്കും. പിന്നെ ഏത് സൈസ് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഇതൊന്നും ആദ്യം റേറ്റ് ഒന്നും ആയിട്ടില്ല, ജസ്റ്റ് 600 സംതിങ് ആയിട്ടുള്ള, അതും 3 പീസിൻ്റെ സെറ്റ്. അപ്പം ഞാൻ അടുത്തേക്ക് നോക്കിയാലോ. അടുത്തത് 3 പീസിൻ്റെ കുർത്തി സെറ്റാണ്, സ്ട്രേറ്റ് കുർത്തിയാണ് വരുന്നത്. ഗോസ്രിക്കി ബ്രാൻഡാണ്. ടോപ്പും ബോട്ടം വരുന്നത് കോട്ടൺ ബ്ലെൻഡ് മെറ്റീരിയൽ. ടോപ്പിൻ്റെ പോർഷൻ നോക്കുകയാണെങ്കിൽ 2-3 ഷെയ്ഡായിട്ട് ഇങ്ങനെ ഒരു ടൈ ആൻഡ് ഡൈ ആ ഒരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. യെല്ലോ, ഗ്രീൻ, വൈറ്റ് എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ളത്. കുറച്ച് കളർ കോമ്പിനേഷൻ ആണല്ലോ, നല്ല രസമായിട്ടുള്ള കളർ കോമ്പിനേഷൻ. ഇതിൽ യോക്കിൽ വരുന്ന വർക്ക് എന്ന് പറയാനായിട്ട് സിൽവറിൻ്റെ ഡീറ്റെയിലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്, എംബ്രോയ്ഡറി ത്രെഡ് വർക്കിൻ്റെ ഡീറ്റെയിലിംഗ്, പിന്നെ ചെറുതായിട്ടൊരു സമോസ ലേസിൻ്റെ ഡീറ്റെയിലിംഗ് ആണ് സ്ലീവിൻ്റെ എൻഡ് പോർഷനിൽ വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് വേറെ വർക്കൊന്നുമില്ല, പക്ഷെ നല്ല കളറായതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട്, പിന്നെ കംഫർട്ടബിൾ മെറ്റീരിയലാണ്. ഇനി ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാനായിട്ടുള്ള പാൻറ്റ് എന്ന് പറയാനായിട്ട് പാൻറ്റ് വരുന്നത് ഗ്രീൻ ഷെയ്ഡിൽ, ആ ഒരു സെയിം ഗ്രീൻ ഷെയ്ഡ് തന്നെ നമുക്ക് ദുപ്പട്ടയിലേക്കും വന്നിട്ടുണ്ട്. ദുപ്പട്ട വരുന്നത് ഷിഫോൺ മെറ്റീരിയലാണ്. ഷിഫോൺ മെറ്റീരിയൽ സൈഡിൽ ഇങ്ങനെ സമോസ ലേസും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓവറോൾ ലുക്ക് അടിപൊളിയല്ലേ. ഇതിൽ 2 ഷെയ്ഡ് വരുന്നുണ്ട് കേട്ടോ, ഒരു വയലറ്റ് ഷെയ്ഡും കൂടി വരുന്നുണ്ട്. അതൊന്ന് പറയുമ്പോൾ കുറച്ച് ഡാർക്ക് ചാട്ടിലേക്ക് വരും, ഇതാകുമ്പോൾ കുറച്ച് ലൈറ്റ് ചാട്ടിലേക്ക് വരും. അപ്പോൾ ഇതാണ് ഞാൻ പിക്ക് ചെയ്തിരിക്കുന്നത്. ലാർജ് ആണ് സൈസ്, ഗോസ്രിക്കി ബ്രാൻഡാണ് കേട്ടോ. ലാർജ് പെർഫെക്റ്റ് സൈസാണ്, കംഫർട്ടബിൾ മെറ്റീരിയൽ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ അടുത്തേക്ക് കിടന്നാലോ. അടുത്തത് ഒരു സിംഗിൾ കുർത്തിയാണ്, എൻ്റെ ഫേവറേറ്റ് ബ്രാൻഡ് മോം ടു ബി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൽ അവരുടെ കുർത്തീസിൻ്റെയൊക്കെ മെറ്റീരിയൽ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ ഫുൾ മെറ്റർണിറ്റി വെയറിൻ്റെ കളക്ഷൻസ് ആണ് അവർക്ക് മെയിൻ ആയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്നതും മെറ്റർണിറ്റി വെയർ തന്നെയാണ് കേട്ടോ. ഇതിപ്പോൾ പ്രഗ്നൻസി സ്റ്റേജൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഫ്രില്ലുള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം വലിയ കുഴപ്പമില്ല, നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇനി പ്രഗ്നൻസി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെലിവറി കഴിഞ്ഞിട്ട് നമുക്ക് ഫീഡിങ് കുർത്തിയായിട്ടും മാറ്റാൻ പറ്റും. 2 സൈഡിൽ സിബും കൂടി കൊടുത്തിട്ടുണ്ട്, അതും ഹിഡൻ സിബാണ്, ഒരു തരി പോലും അറിയുന്നില്ല. പിന്നെ മെറ്റീരിയൽ വൈസ് നോക്കുകയാണെങ്കിൽ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്, റയോൺ മെറ്റീരിയൽ. ഇനി ഇതിൻ്റെ യോക്കിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ യോക്ക് വരുന്നത് എംബ്രോയ്ഡറി ത്രെഡ് എംബ്രോയ്ഡറിയുടെ ഡീറ്റെയിലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് സ്ലീവിൻ്റെ ഒരു പോർഷനിലും ആ ഒരു വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒന്നുകൂടിയും ഷേപ്പിൽ നിൽക്കണമെങ്കിൽ നമുക്ക് പ്രഗ്നൻസി ഒക്കെ കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടി ഷേപ്പിലൊക്കെ നിൽക്കണമെങ്കിൽ ബാക്കിൽ ഒരു കെട്ടാനുള്ള ഒരു നോഡും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ ഇങ്ങനെ ഒരു ഡ്രോ സ്ട്രിങ് കൂടി കൊടുത്തിട്ടുണ്ട് നമുക്ക് നോഡ് കെട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ആവശ്യമുണ്ടെങ്കിൽ മതി, അത് പ്രഗ്നൻസി കഴിഞ്ഞിട്ട് യൂസ് ചെയ്യാൻ. അത് പ്രഗ്നൻസി ടൈമിലൊക്കെ ആകുമ്പോൾ ഭയങ്കര വൃത്തികേടാവും. അപ്പോൾ ഇത് ഞാൻ മേടിച്ചിരിക്കുന്ന സൈസ് XL ആണ്. XL കുറച്ച് ലൂസാണ്. ഞാൻ നോർമലി മേടിക്കുന്ന സൈസ് എന്ന് പറയുമ്പോൾ ലാർജ് ആയിരിക്കും, പക്ഷേ ലാർജ് എനിക്ക് ആവശ്യമില്ല. ഇത് ഞാൻ എൻ്റെ സിസ്റ്റർ ഇൻ ലോയ്ക്ക് വേണ്ടി മേടിച്ചതാണ് കേട്ടോ. ആൾക്ക് XL ആണ് വേണ്ടത്. അപ്പോൾ ഭയങ്കര കംഫർട്ടബിളാണ്. മോം ടു ബി എന്നുള്ള ബ്രാൻഡാണ് കേട്ടോ. അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട്, കംഫർട്ടബിൾ മെറ്റീരിയലാണ്. അപ്പോൾ ഇനി അടുത്തേക്ക് കിടന്നാലോ. അടുത്തത് ഒരു 2 പീസിൻ്റെ സെറ്റാണ് വരുന്നത്. പട്ടാനി സ്റ്റൈലിലാണ് ഈ ഒരു 2 പീസിൻ്റെ സെറ്റ്. ടോപ്പ് നോക്കുകയാണെങ്കിൽ നമുക്ക് കോളർ നെക്കിൻ്റെ പോർഷനിൽ വരുന്നത് കോളർ നെക്കാണ്. അതേപോലെ
യോക്കിൽ അത്യാവശ്യം നല്ലൊരു ഡീറ്റെയിലിംഗ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഗോട്ടാപ്പട്ടിയുടെ ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. സ്ലീവ് നോക്കുകയാണെങ്കിൽ സ്ലീവിലും ചെറുതായിട്ടൊരു ഗോട്ടാപ്പട്ടിയുടെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. പട്ടാണി സ്റ്റൈലായാലും സ്ട്രെയിറ്റ് കുർത്തിയാണ്. അതേപോലെ തന്നെ കുറച്ചുകൂടിയും ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് റൈറ്റ് സൈഡിൽ ഒരു പോക്കറ്റിൻ്റെ ഡീറ്റെയിലിംഗ് കൂടി കൊടുത്തിട്ടുണ്ട് ടോപ്പിൻ്റെ പോർഷനിൽ കേട്ടോ. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇതൊരു റയോൺ മെറ്റീരിയലാണ് വരുന്നത്. റെഡ് ഷെയ്ഡാണ്, റെഡിൽ വൈറ്റ് പ്രിൻ്റൊക്കെ ആയിട്ട് വരുന്നത്. ഇതിൽ തന്നെ ഒരു 4-5 ഷെയ്ഡ് ഉണ്ട് കേട്ടോ. അതെ, അപ്പോൾ ഞാനിത് ഫോട്ടോയിൽ കണ്ടപ്പോൾ വിചാരിച്ചു പിങ്ക് കളറാണ്. പിന്നെ റയോൺ കുറച്ചുകൂടിയും സോഫ്റ്റ് ആയിട്ടുള്ള റയോണാണ്, പക്ഷേ ഇട്ട് വന്നപ്പോൾ അത്രയ്ക്കും സോഫ്റ്റ് അല്ല. റയോൺ കംഫർട്ടബിൾ ആണ്, പക്ഷേ ഫോട്ടോയിൽ കാണുന്ന ആ ഒരു ലുക്ക് എനിക്ക് തോന്നിയില്ല കേട്ടോ. പക്ഷേ ഓവറോൾ നല്ലതാണ്. പക്ഷേ ഞാൻ ഇട്ടിരിക്കുന്ന സൈസ് ലാർജ് ആണെങ്കിൽ പോലും എനിക്ക് കുറച്ച് ടൈറ്റാണ്. XL സൈസിലേക്ക് പോകേണ്ടി വരും കേട്ടോ. ഇത് അത്യാവശ്യം ടൈറ്റാണ്. പിന്നെ പട്ടാണി സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് ഇതിൻ്റെ പാൻറ്റാണ് മെയിൻ എന്ന് പറയുന്നത്. പാൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് താഴത്തെ പോർഷനിൽ ഇങ്ങനെ ഒരു ടൈറ്റായിട്ട് കുറച്ച് ബലൂൺ ടൈപ്പായിട്ട് ഇങ്ങനെ പ്ലഫി ആയിട്ട് നിൽക്കുന്ന ടൈപ്പായിട്ടുള്ള പാൻറ്റാണ് ഇതുവരെ ഈ പട്ടാണി സ്റ്റൈൽ എന്നൊക്കെ പറയുമ്പോൾ. പിന്നെ ടോപ്പിൽ നോക്കുകയാണെങ്കിൽ കോളർ നെക്ക് വരുമ്പോഴാണ് നമുക്ക് ആ ഒരു പട്ടാണി സ്റ്റൈലിൽ വരുന്നത്. അപ്പോൾ ഇതാണ് ഒരു ലുക്ക് വരുന്നത്. ഇതിൻ്റെ റേറ്റ് ഞാൻ മേടിച്ചത് 699 ആ ഒരു റേഞ്ചിലാണ് കേട്ടോ. പിന്നെ സെയിൽ വരുന്ന കാരണം എപ്പോഴും അപ്പ് ആൻഡ് ഡൗൺ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അടുത്തൊരു കളക്ഷനിലേക്ക് പോയാലോ. അടുത്തതൊരു സിംഗിൾ കുർത്തിയാണ്, മെറ്റർണിറ്റി വെയർ തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു അനാർക്കലി മോഡൽ എന്നൊക്കെ വേണമെങ്കിൽ ഒരു സെമി അനാർക്കലി മോഡൽ, കുറച്ച് ഫ്രില്ലൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് പ്രഗ്നൻസി സ്റ്റേജിലായാലും നമുക്കിത് അത്യാവശ്യം യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഇനി ഡെലിവറി കഴിഞ്ഞാലും നമുക്ക് യൂസ് ചെയ്യാം. കാരണം ഇതൊരു ഫീഡിങ് കുർത്തി കൂടിയാണ് കേട്ടോ. 2 സൈഡിൽ ഹിഡൻ സിബ് വരുന്നുണ്ട്. പിന്നെ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഈ കുർത്തിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു സെയിം പ്രിൻറ്റ് തന്നെ ഒരു ബ്രൗൺ ഷെയ്ഡിൽ സെയിം ഫുൾ പ്രിൻറ്റ് വൈറ്റിലാണ് വന്നിരിക്കുന്നത്. ഓവറോൾ കയ്യിലായാലും ടോപ്പ് പോർഷനായാലും ബാക്ക് സൈഡിലായാലും എല്ലായിടത്തും ഈ ഒരു പ്രിൻറ്റ് തന്നെയാണ്. മെറ്റീരിയൽ വൈസ് നോക്കുകയാണെങ്കിൽ മെറ്റീരിയൽ വരുന്നത് റയോണിൻ്റെ മെറ്റീരിയലാണ്. പിന്നെ ഇതിൻ്റെ ഒരു സൈഡിൽ പോക്കറ്റും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സൈഡിൽ പോക്കറ്റിൻ്റെ ഡീറ്റെയിലിങ്ങും കൂടി കൊടുത്തിട്ടുണ്ട്.